അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കി, ഒരു വീട് കാറ്റിനും മഴയ്ക്കും വീഴാതെ നിൽക്കണമെങ്കിൽ അതിനെന്തു വേണം? നല്ല തറ വേണം, അല്ലേ? ഇന്നലെ തമിഴ്നാട് ഒരു ചുഴലിക്കാറ്റിൻ്റെ ഭീഷണിയിലായിരുന്നു. ചുഴലിക്കാറ്റ് വരുമ്പോൾ അതിനൊരു പേരിടും. തമിഴ്നാട്ടിലേക്ക് ഇന്നലെ വന്ന ആ ചുഴലിക്കാറ്റിൻ്റെ പേരായിരിക്കും പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, വലിയ കാറ്റിലും കോളിലും ഒരു വീട് മറിയാതെ നിൽക്കണമെങ്കിൽ, വീണു പോകാതിരിക്കണമെങ്കിൽ അതിന് നല്ല തറ വേണം. ഒരു മരം വീഴാതിരിക്കണമെങ്കിലോ എന്താ വേണ്ടേ? എല്ലാവരും പറയണില്ലല്ലോ. വേര് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വേര് വേണമല്ലേ? വേര് ആഴത്തിലില്ലാത്ത മരമാണെങ്കിൽ നല്ല മഴക്കാലത്ത് കുറേ ഇലകളുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഭാരം കൂടിയാകുമ്പോൾ അത് വീണു പോകും. സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസത്തിനൊരടിത്തറയുണ്ട്. ആ അടിത്തറയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ആ അടിത്തറ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ് ആ അടിത്തറ? തൗഹീദ്. വെരി ഗുഡ്. നിൻ്റെ പേരെന്നോനെ? ബിലാലാണ് ആദ്യം പറഞ്ഞത്. എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ? എന്താണ്? തൗഹീദാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. തൗഹീദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. തൗഹീദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താ തൗഹീദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഏകനാക്കുക എന്നാണ്. ഏകനാക്കുക. ആരെ ഏകനാക്കുക? ആരെ? അള്ളാഹുവിനെ. നോക്കൂ, അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കിയിട്ട് വേണ്ട. അള്ളാഹു ഏകനാണ്. പക്ഷെ അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകുക എന്നതാണ് തൗഹീദ്. മനസ്സിലായോ? ആ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദ് നമുക്ക് മനസ്സിലാക്കി തരാൻ അതിനെ 3 ഭാഗമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 3 ഭാഗമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ഞാൻ ആ 3 ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ആ 3 ഭാഗങ്ങൾ പറയുന്നുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉഷാറാണ്. എന്താ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? അതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്താണ്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ആരാണ്? തൗഹീദായിട്ടില്ല. അള്ളാഹു മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. ഈ പ്രപഞ്ചം നിയന്ത്രിച്ചുകൊണ്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനോ അള്ളാഹു മാത്രമാണ്. ഇത് നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ പ്രപഞ്ചവും അതിലുള്ളതുമെല്ലാം, നമ്മളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ചുറ്റും കാണുന്ന മരങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളും, കൈയുള്ളതും കാലുള്ളതും കാലില്ലാത്തതും എല്ലാം, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. അവയുടെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അവയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും അള്ളാഹു മാത്രമാണ്. ഇതാണ് ഒരു ഭാഗം, തൗഹീദിൻ്റെ ഒരു ഭാഗം. പക്ഷെ ഇതല്ല ഇസ്ലാമിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നോക്കൂ, ലോകത്ത് 2 അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ 2 അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ച ആൾക്കാരെ?
ഇല്ല. അപ്പോൾ അബൂജഹലിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹു ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ അബൂജഹലിൻ്റെ വിശ്വാസം? എന്താണ്? നോക്കൂ, ആദ്യത്തെ റസൂലിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? ആദ്യത്തെ റസൂൽ നോഹ് നബിയാണ്. വെരി ഗുഡ്. നോഹ് നബി അലൈഹിസ്സലാമയാണ് ആദ്യത്തെ റസൂൽ. ആദ്യത്തെ നബി ആദം നബിയാണ്. നോഹ് നബി കടന്നു വന്ന ആ സമൂഹം വിഗ്രഹങ്ങൾ ആരാധിച്ചു. അവർ അല്ല ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണോ? അല്ല. രണ്ട് അള്ളാഹു ഉണ്ട്. തൗഹീദിനെതിരായി അള്ളാഹു ഏകനാണ് എന്നതിന് പകരം രണ്ട് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരാണോ? ആണോ? അല്ല. അവരും ഒരല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നവരാ. പിന്നെ എന്തിനാണ് നോഹ് നബി അവരെ നിങ്ങൾക്ക് തൗഹീദില്ല, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് അവരോട് പറഞ്ഞത് എന്തിനാ? അവർ വദ്ദിനെ ആരാധിച്ചിരുന്നു, സുവാഇനെ ആരാധിച്ചിരുന്നു, യഗൂസിനെ ആരാധിച്ചിരുന്നു, യഊഖിനെ ആരാധിച്ചിരുന്നു, നസ്റിനെ ആരാധിച്ചിരുന്നു. ഇതൊക്കെ ആരാ? നോഹ് നബി വരുന്നതിന് മുമ്പ് മരിച്ചുപോയ ചില മഹാന്മാരായ മനുഷ്യന്മാരാണ്. നോഹ് നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് മരിച്ചുപോയ മഹാന്മാരാണ്. ഈ മഹാന്മാരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ഈ മഹാന്മാർക്ക് അവർ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു. എന്തിനു വേണ്ടിയെന്നറിയോ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അള്ളാഹു ഏറെ ഉയരത്തുള്ള മഹാനായ ഒരു ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഒരു ഇടയാളൻ വേണം. ആ ഇടയാളനോടെ നമ്മൾ പറയേണ്ടതുള്ളൂ എന്ന വിശ്വാസത്തെയാണ് ഖുർആൻ ശിർക്ക് എന്ന് പറഞ്ഞത്. അത് തൗഹീദിനെതിരാണ്. ഇവിടുത്തെ ഹൈന്ദവർ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ മറ്റു എല്ലാ മതക്കാർക്കും ഒരു പ്രപഞ്ചത്തിന് ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. മതമില്ല എന്ന് പറഞ്ഞ പല ആളുകൾക്കും മതത്തിനോടാണ് പ്രശ്നം. ചില ആളുകൾക്കൊക്കെ ഇതിനൊരു ശക്തിയുണ്ട് ഇത് നിയന്ത്രിക്കുന്നത്. മതവുമില്ല ദൈവവുമില്ല എന്ന് പറയുന്നത് ലോകത്ത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കുറച്ച് മാത്രം. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്ത? ഇസ്ലാമിലും ഒരല്ലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റു പല മതക്കാരും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇസ്ലാമും അവരും തമ്മിലുള്ള പ്രശ്നം എന്താ? അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ സൃഷ്ടാവിൻ്റെ വിശേഷണങ്ങളിലൊക്കെ അവർക്ക് പ്രശ്നമുണ്ട് കേട്ടോ. സൃഷ്ടാവുണ്ട് എന്നുള്ളതിൽ അവർ യോജിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്ന ആ സൃഷ്ടാവിൻ്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ പ്രശ്നമുണ്ട്. എങ്കിലും പ്രധാനമായും സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും അവർ കല്ലുകളെ ആരാധിക്കുന്നു, അവർ മരങ്ങളെ ആരാധിക്കുന്നു, അവർ മരിച്ചുപോയ മഹാന്മാരെ ആരാധിക്കുന്നു, അവർ മരിച്ചുപോയ പ്രവാചകന്മാരെ ആരാധിക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവർ ദൈവപുത്രനായി കാണുന്നത് ആരെയാണ്? അവരുടെ ആരാധനകൾ അർപ്പിക്കുന്ന ആരാണ്? ഈസാ നബിയെയാണ്, ഒരു മഹാനായ പ്രവാചകനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാമിൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഏകനായ അള്ളാഹു, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ഏകനായ അള്ളാഹു, ഈ പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് മഴ വർഷിപ്പിച്ചു തരുന്ന, നമുക്ക് വായു നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മൾ വിത്തിറക്കുമ്പോൾ ആ വിത്ത് മുളപ്പിക്കുന്ന, അതിൻ്റെ ഫലമുണ്ടാക്കി തരുന്ന ആ അല്ലാഹു, അവന് മാത്രമേ ആരാധനകൾ നൽകാവൂ. ഇതാണ് ഇസ്ലാമിൻ്റെ മർമ്മം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആർക്കാണ് നമസ്കരിക്കേണ്ടത്? നമ്മൾ ആർക്കാണ് നമസ്കരിക്കേണ്ടത്? അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. നമ്മൾ നോമ്പെടുക്കുന്നത് ആർക്കാണ്? അള്ളാഹുവിനാണ്.
നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത് പാവപ്പെട്ടവനാണെങ്കിലും സ്വതക്ക എന്ന ഇബാദത്ത് അല്ലാഹുവിനാണ്. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം എന്താ? പ്രാർത്ഥന ഒരു ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന ഇബാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം ശരിയാകണമെങ്കിൽ, പ്രാർത്ഥന എന്ന ആരാധന അല്ലാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മക്ക മുശ്രിക്കുകൾ ആരാണ്? നബിയെ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചവരാണ്. ബദർ യുദ്ധത്തിൽ, നേരത്തെ ബദർ യുദ്ധത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, ബദർ യുദ്ധത്തിൽ നബിക്കും സ്വഹാബിമാർക്കുമെതിരെ യുദ്ധം ചെയ്തവരാണ്. ഉഹദ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബിമാർക്കുമെതിരെ നടത്തിയ ആളുകളാണ്. ഉഹദ് യുദ്ധത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. നബിയുടെ പല്ല് പൊട്ടി, നബി അവരുണ്ടാക്കിയ ചതിക്കുഴിയിൽ വീണു. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിമാർ 70 സ്വഹാബിമാർ കൊല്ലപ്പെട്ടു. അവ 70 സ്വഹാബിമാരെ ഉഹദിന്റെ യുദ്ധഭൂമിയിൽ കൊന്നൊടുക്കിയ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? അള്ളാഹു ഉണ്ട് എന്നാണോ? അള്ളാഹു ഇല്ല എന്നാണോ? അള്ളാഹു ഉണ്ട് എന്നാണ്. പിന്നെന്താ അവരുടെ പ്രശ്നം? സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു പറയുന്നത്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അള്ളാഹുവിനാണ് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ കീഴ്വണക്കം. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബല് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ കുറിച്ച് പറയാണ്. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അവർ പ്രത്യേകം ദൈവങ്ങളായതുകൊണ്ടല്ല, അള്ളാഹിനെ പോലെയുള്ള ഒരു സൃഷ്ടാവായതുകൊണ്ടല്ല. പിന്നെന്തിനാ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. നോക്കി 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിനെ കൂടാതെയുള്ള വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ ആരാധിക്കുന്ന ആളുകൾ പറയുന്നറിയോ? വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. എന്തിനാണ് നിങ്ങൾ ലാത്തനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നിങ്ങൾ ഉസ്സയെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ അവർ പറയാന്നറിയോ? എന്താ പറയാ? ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ്. ഈ വാദങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ സുന്നികൾ എന്നറിയപ്പെടുന്ന സമസ്തക്കാർ അവരാരോടൊക്കെയാണ് പ്രാർത്ഥിക്കുക? സഹായം തേടുക എന്നുള്ള പേരിൽ ആരോടൊക്കെ പ്രാർത്ഥിക്കാം? അമ്പിയാക്കളോട് പ്രാർത്ഥിക്കും, ഔലിയാക്കളോട് പ്രാർത്ഥിക്കും. ട്ടോ അവിടെ വീഴാൻ പോയാൽ എന്താ പറയാ? ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, മമ്പർത്ത തങ്ങളെ, ഞങ്ങളെ നാട്ടിലൊക്കെ വിളിക്കുന്ന പേരാണ് മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കും. അപ്പൊ അവരോട് പറയണേ, വീഴാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ, അള്ളാഹുവിനെ അല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരെന്താ മറുപടി പറയാം? അത് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വിളിച്ചാൽ അവർ ഞങ്ങളുടെ കാര്യം അള്ളാഹിനോട് പറയും, അവിടെ അള്ളാഹു ഞങ്ങളെ സഹായിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ സുന്നികൾ സമസ്തക്കാർ പറയണ മറുപടി. ഇതാര് പറഞ്ഞ മറുപടിയാണ്? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ മറുപടിയാണ്. ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഞങ്ങൾ ഇവരൊക്കെ ആരാധിക്കുന്നത് ഇവരൊക്കെ വേറെ അള്ളാഹാണെന്ന് കരുതിയിട്ടല്ല, ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് അബൂജഹലിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി എതിർത്ത അബൂലഹബിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ പറയുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസിയായതിൻ്റെ പേരിൽ മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ വലിച്ചിഴച്ച്
നെഞ്ചത്തു കല്ല് കയറ്റി വെച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച ഉമയ്യത്തിന്റെ വിശ്വാസത്തെ കുറിച്ചാ. എന്താ പറയാ? ഞങ്ങൾ ലാത്ത അള്ളയെന്നൊന്നും വിശ്വസിക്കുന്നില്ല, ലാത്ത മഹാനായ മനുഷ്യനായിരുന്നു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളെ കാര്യം പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ. അതേ വാദമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ, സുന്നികൾ എന്നറിയപ്പെടുന്ന സമസ്തക്കാരും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ, ആ അടിത്തറയാണ് പൊളിഞ്ഞു പോകുന്നത്. എന്തിനാ അവിടെ മുജാഹിദ് ഉണ്ടായത്, എന്തിനാ സലഫികൾ ഉണ്ടായത്, എന്തിനാ അങ്ങനെ വേറെ വേറെ വിഭാഗങ്ങളായതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയേണ്ട മറുപടി ഏതാണ്? നമുക്കിവിടുത്തെ ഒരു മുസ്ലിമിനോടും എതിർപ്പില്ല, നമുക്കിവിടുത്തെ ഒരു മുസ്ലിങ്ങളോടും വിരോധമില്ല, പക്ഷേ സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസം തെറ്റാണ്, തൗഹീദിനെതിരാണ്. തൗഹീദിനെതിരായ എന്താ പ്രശ്നം? നിങ്ങൾ 100 ആളെ കൊന്ന കഥ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അവസാനം എന്താ സംഭവിച്ചത്? അയാൾ സ്വർഗത്തിലേക്കാ നരകത്തിലേക്കാ പോയത്? സ്വർഗത്തിലേക്ക് പോയി. എന്താ കാരണം? 100 പേരെ കൊന്നവൻ്റെ പാവം അള്ളാഹു പുറത്തു കൊടുത്തു. അയാൾക്ക് നന്നാകണം എന്നൊരു ചിന്ത ഉണ്ടായി. വെറുതെ തെറ്റ് ചെയ്താൽ ചിലപ്പം പുറത്ത് കിട്ടണമെന്നില്ല. നിരുപാധികം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 100 പേരെ കൊന്ന ആളുടെ മനസ്സിൽ നന്നാകണമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായി. ആ തൗബ അള്ളാഹു സ്വീകരിച്ചു, അയാൾ സ്വർഗത്ത് പോയി. എന്നാൽ ഷിർക്ക് ചെയ്ത ആൾ എപ്പോഴാ സ്വർഗത്ത് പോവുക? എല്ലാവരോടും കൂടിയുള്ള ചോദ്യമാണ്. ഷിർക്ക് ചെയ്ത ആൾ എപ്പോഴാ സ്വർഗത്ത് പോവുക? തൗബ ചെയ്ത് മടങ്ങി ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും അയാൾ മാറി തൗഹീദ് അനുസരിച്ച് ജീവിച്ചാലേ അയാൾ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ഷിർക്കോടുകൂടി മരിച്ചാലോ? ഷിർക്കോടുകൂടി മരിച്ചാലോ പറയും എന്താ സംഭവിക്കുക? എവിടെ പോവും? നരകത്തിലാണ് പോവുക. പക്ഷെ ഒരാൾ ഒരു കള്ളനായി മരിച്ചു പോയാലോ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ചിലപ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും, ചിലപ്പോൾ അള്ളാഹു അയാളെ നരകത്തിലിട്ട് അയാൾ മോഷണമെന്ന കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കഴിഞ്ഞ്, ആ ശിക്ഷ ചെറുതല്ലോ, നരകം എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷയല്ല, ഭയങ്കര പ്രയാസമാണ്. ഞാൻ നമ്മുടെ ഭാഗതല്ലാത്തതുകൊണ്ട് പറയണില്ല. ആ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോവും? സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. മലക്കുകളോട് അള്ളാഹു അവസാനം പറയുന്ന നരകത്തിൻ്റെ ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞത് നരകത്തിലുണ്ടെങ്കിൽ, അഥവാ തൗഹീദ് വിശ്വാസമായി സ്വീകരിച്ച ആരെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ അയാളെ പുറത്തേക്കെടുക്കൂ എന്ന് അള്ളാഹു പറയുന്ന. നിങ്ങൾ ആ ഹദീസ് കേട്ടിട്ടുണ്ടോ? അപ്പം അയാളെ പുറത്തേക്കെടുക്കും. അപ്പം നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് അയാളുടെ ശരീരം എങ്ങനെയായിരിക്കും എന്നറിയോ? കറുത്ത് പുകഞ്ഞിട്ടുണ്ടാവും, കാണാനൊരു ഭംഗിയില്ലാണ്ട് ആകെ കറുത്തിരുണ്ട ശരീരമായിരിക്കും. അപ്പോൾ പരലോകത്തൊരു നദിയുണ്ട്, ആ നദിയുടെ പേരാണ് നെഹ്റുൽ ഹയ, ജീവനദി എന്നാണ് അതിൻ്റെ പേര്, ജീവനദി. അതിൽ അള്ളാഹു അയാളെ മുക്കും, എന്നിട്ട് പുറത്തേക്കെടുക്കും. അപ്പം അയാളുടെ ശരീരം എന്തായി മാറും? പ്രകാശപൂരിതമാകും. നബി പറഞ്ഞത് കമാ തംബുത്തുൽ ഹിബ്ബത്തു ഫീ ജാനിബിസ് സൈൽ അലം തറ അന്നഹാ മുൽതവിയത്തുൻ സഫറാ. നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളമൊഴുകുന്ന ചാലുകളുടെ ഓരങ്ങളിൽ വിത്ത് മുളച്ചു വരുമ്പോൾ അവങ്ങനെ പറ്റിപ്പിടിച്ച മഞ്ഞ നിറത്തിലുള്ള ഇലകളോടുകൂടി വരുന്നു, അതുപോലെ ആ മനുഷ്യരാകും. അല്ലാഹു അയാളെ സ്വർഗത്തിൽ കാക്കും. തെറ്റു ചെയ്ത മനുഷ്യന്മാർ അവർക്ക് തൗഹീദുണ്ടെങ്കിൽ അള്ളാഹു അവരെ തെറ്റിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും. ഷിർക്ക് ചെയ്തവൻ എപ്പോഴാ സ്വർഗത്തിൽ കാക്കുക? ഷിർക്കെന്ന പാപം ചെയ്തവനെ എപ്പോഴാ സ്വർഗത്തിൽ കാക്കുക? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഷിർക്ക് ചെയ്ത ആൾക്ക് സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഷിർക്ക് ചെയ്തവന് സ്വർഗം എന്താണ്? ഹറാമാണ്. നരകത്തിൽ എന്നും കടക്കേണ്ടി വരും, എന്നും നരകത്തിൽ. അപ്പം അയാൾ 1000 കോടി സദക്ക ചെയ്ത ആളാണെങ്കിലോ പറയും സ്വർഗത്ത് പോകുമോ? പോകൂല.
അയാൾ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിലോ സ്വർഗത്ത് പോകുമോ? പോകൂല. അയാൾ റമദാനിൽ നോമ്പും സുന്നത്ത് നോമ്പും എടുക്കുന്ന ആളാണെങ്കിലോ, അയാൾ നാട്ടിലെ പാവങ്ങളെ മുഴുവൻ സഹായിക്കുന്ന ആളാണെങ്കിലോ സ്വർഗം അയാൾക്ക് എന്ന്. കാരണം എന്താ? തൗഹീദ് എന്നുള്ളത് അള്ളാഹിനോടുള്ള കടമയാണ്. നമുക്ക് വെള്ളം തന്ന, ജീവൻ നൽകി നമ്മളോട് സൃഷ്ടിച്ച പടച്ചോനോടുള്ള കടമയാണ് തൗഹീദ്. ആ തൗഹീദിൽ പിഴവ് പറ്റിയാൽ നിസ്കാരം പൊളിഞ്ഞു പോകും, സ്വതക്ക പൊളിഞ്ഞു പോകും, ഹജ്ജ് ഉപകാരപ്പെടൂല, നോമ്പ് ഉപകാരപ്പെടൂല. അയാൾ നരകത്തിൽ ഖാലിദീന ഫീഹാ, എന്നെന്നും നരകത്തിലായിരിക്കും. സഹോദരങ്ങളെ, ചെറിയ ശിക്ഷയല്ല അതിനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണത്. എന്നേക്കുമായി സ്വർഗം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരാൻ പാടില്ല. ശൈഖുനാന്റെ കുടുംബക്കാരൻ ഇതൊന്നും കേൾക്കാം. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ശൈഖുന. അതായത് CM മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് മരിച്ചുപോയൊരു മനുഷ്യൻ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അനല്ലാ, അന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഞാൻ. അനല്ലാ എന്ന് പറഞ്ഞാലോ അർത്ഥം പറയാൻ പറ്റില്ലല്ലേ? അത്ര അപകടകരമായിട്ടുള്ള ഇതൊരു സുന്നി മുസ്ലിം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് റുബൂബിയത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമ്മുടെ സമസ്തക്കാർ അതിലുപോലും പഴച്ചു പോയിരിക്കുകയാണ്. പിന്നെ വേറൊരാൾ പാടുണ്ടെന്താ അറിയോ? നിങ്ങളുടെ പടച്ചോൻ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ പടച്ചോൻ CM മടവൂരാണ് എന്ന്. ഞങ്ങളെ പടച്ചോൻ CM മടവൂരാണ് എന്ന് മലയാളത്തിൽ പാട്ടിറങ്ങി. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. സഹോദരങ്ങളെ, എന്തിനാ വിസ്ഡം ഉണ്ടായത്? എന്തിനാ വിസ്ഡം സ്റ്റുഡൻസ് ഉണ്ടായത്? എന്തിനാ അവിടെ മുജാഹിദ് സംഘടനകൾ ഉണ്ടായത്? അത്ര അപകടകരമായ വിശ്വാസ പ്രശ്നങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ട്. ആ വിശ്വാസ പ്രശ്നങ്ങളിൽ ഗുണകാംക്ഷയോടെ അവിടെ ദഅവത്ത് നടത്തി തിരിച്ചുകൊണ്ടുവരാനാണ്. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എന്താ പറയുക, ഈ സംഘടനയൊക്കെ ഉണ്ടാക്കി ഈ വക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം അവർ പറയുന്നറിയോ, ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോണില്ലേ എന്നാണ്. അത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ട്? എന്താ സംഭവം? നിങ്ങൾ രോഗം വന്ന എവിടെ പോകും? ഡോക്ടറെ അടുത്ത് പോകും. അതെന്തിനാ രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകണം? അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? നിങ്ങൾ എന്തിനാ പോണത് ഡോക്ടറെ അടുത്ത്? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഡോക്ടർ ചികിത്സിക്കും, അപ്പം നമ്മുടെ രോഗം മാറും. എന്നതുപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ള കൊടുത്ത കഴിവ് കൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കും, അപ്പോൾ നമ്മുടെ പ്രശ്നം മാറും. ഇതാണ് അവർ പറയുന്ന വാദം. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്. നിങ്ങൾ നല്ല ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുക. എല്ലാ കുട്ടികളും നല്ലോണം ശ്രദ്ധിച്ചാൽ കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഡോക്ടർ എങ്ങനെയാണ് നമ്മുടെ രോഗം മാറ്റുന്നത്? ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയുമോ? ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല. ഡോക്ടർക്ക് എന്തിനാ കഴിയുക? രോഗം എന്താണെന്ന് പരിശോധിച്ച് അതിന് മരുന്ന് തരാൻ കഴിയും. അപ്പോൾ ആരാണ് രോഗം മാറ്റുക? അള്ളാഹുവാണ് രോഗം മാറ്റുക. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? ഒരു കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക? കാര്യകാരണ ബന്ധം. ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്കിപ്പോൾ നല്ല വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ വിശപ്പ് മാറാൻ അള്ളാഹു നിശ്ചയിച്ച കാരണം എന്താ? നിങ്ങൾ പറയും എന്താ?
ഭക്ഷണം കഴിക്കുക, അല്ലേ? ദാഹമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ദാഹം മാറാൻ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താ? വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ ദാഹം മാറും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും. എന്നതുപോലെ അള്ളാഹു നിശ്ചയിച്ചൊരു വ്യവസ്ഥയാണ് മരുന്ന് കഴിച്ചാൽ എന്തു ചെയ്യും? രോഗം മാറും. മരുന്ന് കഴിച്ചാൽ രോഗം മാറും. ഇതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയാം. ഈ കാര്യകാരണ ബന്ധം എന്ന വ്യവസ്ഥക്കുള്ളിൽ നിന്നിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യവും നടക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോണത്. ഡോക്ടർക്ക് എൻ്റെ എല്ലാ രോഗം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടല്ല. പിന്നെ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ എന്നെ പരിശോധിക്കും, എൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കും, ഡയഗ്നോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മരുന്ന്, ആ രോഗത്തിനുള്ള മരുന്ന് എന്താണെന്ന് ഡോക്ടർക്ക് ആ മരുന്ന് തരും. അപ്പോൾ ചിലപ്പോൾ അള്ളാഹു ആ മരുന്ന് മുഖേന രോഗം സുഖപ്പെടുത്തും. ഇത് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യവും നടക്കുക. അപ്പൊ നോക്കൂ, എൻ്റെ ശബ്ദത്തിൻ്റെ പരിധിയിലുള്ള നിങ്ങളെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ കേൾക്കൂലേ? അവിടെ കാരണം എന്താ? എൻ്റെ ഒച്ച കേൾക്കുന്നിടത്ത്, എൻ്റെ ശബ്ദം കേൾക്കുന്നിടത്ത് നിങ്ങൾ ഉണ്ടാകണം. എൻ്റെ ശബ്ദം കേൾക്കുന്നതിന് അപ്പുറത്താണെങ്കിലോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റൂല. പിന്നെ ഫോൺ എന്ന കാരണം ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും, ഫോണും ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റൂല. എന്നാൽ അള്ളാഹു ഇങ്ങനെയല്ല. അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ്. അള്ളാഹു നമ്മുടെ വിശപ്പ് മാറ്റാൻ വിചാരിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കണോ? പറയാം, അള്ളാഹ് വിശപ്പ് മാറ്റാൻ വിചാരിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കണോ? ആവശ്യമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വിശപ്പ് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ നമ്മുടെ ദാഹം മാറ്റണമെന്ന് വിചാരിച്ചാൽ വെള്ളം കുടിക്കാതെ നമ്മുടെ ദാഹം മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളത് അള്ളാഹുവാണ്. അയ്യൂബ് നബിയുടെ രോഗം എങ്ങനെ മാറിയത്? അയ്യൂബ് നബി മരുന്ന് കുടിച്ചതാ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. അപ്പൊ മരുന്ന് കഴിക്കാതെ രോഗം മാറ്റാൻ കഴിയാർക്കുള്ളൂ? അള്ളാഹുവിനാണ്. അല്ലേ? നമുക്ക് പരസ്പരം കാണണമെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പരിധിയിൽ നമ്മൾ ഉണ്ടാകണം. നമുക്ക് ഒരാൾ പറയുന്നത് വേറൊരാൾ കേൾക്കണമെങ്കിൽ ആ കേൾവിയുടെ പരിധിയിൽ ഉണ്ടാകണമെന്ന കാരണം ഉണ്ടാകണം. എന്നാൽ പരിധിയില്ലാതെ കേൾക്കാൻ ആർക്കാ കഴിയാം? പരിധിയില്ലാതെ കേൾക്കാൻ ആർക്കാ കഴിയാ? അള്ളാഹുവിനെ കഴിയുള്ളൂ. എവിടെയാണെങ്കിലും കാണാൻ ആർക്കാ കഴിയാം? അള്ളാഹുവിനെ കഴിയുള്ളൂ. അപ്പം നമ്മൾ എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കഴിവാണ്. നമ്മൾ എവിടുന്ന് വിളിച്ചാലും കാണാനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കഴിവാണ്. അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നമ്മുടെ ശബ്ദം കേൾക്കാൻ ഫോണിലൂടെയാണോ നമ്മൾ വിളിക്കുന്നത്? ഒരു കാരണവും ഒരു കാര്യകാരണ ബന്ധവുമില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നമുക്ക് കാണാവുന്ന പരിധിയിലാണോ ഉള്ളത്? അല്ല, അത് അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹുവിന് മാത്രമേ കാര്യകാരണങ്ങളില്ലാതെ കാണാനും കേൾക്കാനും കഴിയുള്ളൂ. കാര്യകാരണങ്ങളില്ലാതെ കാണാനും കേൾക്കാനും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തിക്കോ സൃഷ്ടിക്കോ കല്ലിനോ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. മനസ്സിലാവുണ്ടോ? ആ വിശ്വാസം ശിർക്കാണ്. ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യകാരണ ബന്ധത്തിനകത്തായതുകൊണ്ട് അള്ളാഹ് സൃഷ്ടിച്ച സംവിധാനം അങ്ങനെയാണ്, വ്യവസ്ഥ അങ്ങനെയാണ്. നിങ്ങളെ കേൾവിയുടെ അടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കും. നമ്മുടെ അടുത്തൊരു ജിന്നുണ്ടെങ്കിലോ നമ്മൾ പറഞ്ഞ ജിന്ന് കേൾക്കുമോ? കേൾക്കും. ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. ഒരാൾ വീട്ടിലേക്ക്, എൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ, 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിയാൽ അവിടെയുള്ള പിശാച് എന്തു പറയും? എന്താ പറയാ? ഇന്ന് എനിക്കിവിടെ ഭക്ഷണമില്ല, ഇന്ന് എനിക്കിവിടെ താമസമില്ല എന്ന് പറയും. എങ്ങനെ പിശാച് അത് പറയണത്? നമ്മൾ പറയുന്നത് അത് കേട്ടതുകൊണ്ട്. നമ്മൾ പറയുന്നത്
അത് കേട്ടതുകൊണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ജിന്ന് കേൾക്കുമോ? കേൾക്കും. ബാങ്ക് വിളി കേട്ടാൽ ശൈത്താൻ ഓടിപ്പോകും. എത്ര ദൂരത്തേക്ക് ഓടും? ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാത്തത്ര ദൂരത്തേക്ക് ഓടുന്നതാണ്. അപ്പം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞത് അടുത്തുള്ള ആളെ കേൾക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ആ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. അടുത്തുള്ള ഒരു ജിന്ന് കേൾക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. അടുത്തുള്ളൊരു ആ ജിന്നിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. അടുത്തുള്ള ഒരു മലക്ക് കേൾക്കുക എന്നുള്ളത് ആ മലക്കിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. എന്നാൽ മരിച്ചുപോയ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുമോ? മരിച്ചുപോയ ജിന്നുകൾക്ക് കേൾക്കാൻ കഴിയുമോ? അടുത്തില്ലാത്ത ജിന്നുകൾക്കോ മനുഷ്യർക്കോ മരിച്ചുപോയവർക്കോ കഴിയില്ല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ്. മനസ്സിലായോ? ഇവിടെ ഈ ആശയം വിസ്ഡം പറഞ്ഞതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വിസ്ഡം എന്ന് പറയുന്ന കൂട്ടായ്മ പുതിയ ഒരു ശിർക്കൻ വാദം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞ് മുജാഹിദ് സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇത് വളരെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ സംഗതി അവർ നിഷേധിച്ചു. ജിന്ന് കേൾക്കുന്നു വിശ്വസിച്ചാൽ ജിന്നിനെ ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു വിളി ഉണ്ടായാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞതോടുകൂടി അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് ഒരുപാട് ഇവിടെ KNM മർക്കസുദ്ദാവക്കാർക്കും KNMകാർക്കൊക്കെ കുറേ ഹദീസുകളെ തള്ളിപ്പറയേണ്ടി വന്നു, ഹദീസുകളെ നിഷേധിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാ? തൗഹീദ് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ പോയതുകൊണ്ട്. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, ഇവിടെ ശരിയായ രൂപത്തിൽ തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലയും അത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പ്രബോധനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണിത്. ഇതിൻ്റെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അബദ്ധം പിണഞ്ഞുപോയത് തൗഹീദ് മനസ്സിലാക്കുന്നിടത്താണ്. അത് സമസ്തക്കാർക്കാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ KNMനാണെങ്കിലും മർക്കസുദ്ദഅവക്കാണെങ്കിലും അവർക്കൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചത് എന്തിലാ? തൗഹീദ് മനസ്സിലാക്കുന്നിടത്താണ് അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തെ നേരെ ചൊവ്വേ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.